കർത്തവ്യകർമ്മങ്ങൾക്ക് ലോപമുണ്ടാവരുത്. അത് ജന്മജന്മാന്തര പാപമാണ്. ഏതെങ്കിലും ഒരു കർത്തവ്യം ഏറ്റെടുത്താൽ അത് ഭംഗിയായി നിർവഹിക്കണം. എന്ത് ക്ലേശിച്ചു അത് 100% സുതാര്യവുമായിരിക്കണം. രണ്ടും കൂടെ ചെയ്യുക വളരെ ക്ലേശബഹുലമാണ്. അതിൻ്റെ ഭാഗമാണ് നമ്മൾ ആ കഥകളിൽ കാണുന്നത്. അർത്ഥാപത്തിയിലാണ് പറയുന്നതെന്ന് സാരം. അതിനപ്പുറം യുക്തിയില്ല. അവർ ബ്രഹ്മകുലത്തിൽ ജനിച്ചിട്ടും വിഷ്ണു പാർഷദന്മാരായിരുന്നിട്ടും വേണ്ടത്ര ഭക്തി ഉണ്ടായിട്ടും സേവ ചെയ്തിട്ടും അല്പം കൃത്യവിലോപത്തിന് 3 ജന്മങ്ങൾ ഇത്രയും നരകയാതന അനുഭവിച്ച് ശിക്ഷ ഏറ്റുവാങ്ങിയെങ്കിൽ മനുഷ്യ കർത്തവ്യ വിളംബം വരുത്തുന്ന നിന്റെ കഥ എന്തു പറയാൻ? മനസ്സിലാവുമോന്നറിയില്ല, പിടികിട്ടിയോന്നറിയില്ല. കിട്ടി. അതുകൊണ്ട് ഇന്നു മുതൽ കർത്തവ്യകർമ്മങ്ങൾക്ക് കാലവിളംബം വരുത്തിക്കൂടാ. അത് പഠിക്കണം. അപ്പം അതും അതിനകത്തെ ഭാഗമാണ്. അതുകൊണ്ടാണ് ജ്ഞാനം കൊണ്ടാണ് എല്ലാം. സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. എല്ലാ കർമ്മങ്ങളും ജ്ഞാനത്തിലാണ് പരിസമാപിക്കുന്നത്. ജ്യോതിഷ്ഠോമം, അഗ്നിഹോത്രം, രാജസൂയം, ദാനം, തപസ് എന്നിങ്ങനെ എന്തെന്ത് കർമ്മമുണ്ടോ സകലതും ജ്ഞാനത്തിൽ അന്തർഭൂതമാണ്. അത് ഉഗ്രവും അനുഗ്രവും ആയ കർമ്മങ്ങളെല്ലാം ഇതിൽ വന്നു ചേരുന്നു. അതുകൊണ്ട് കർമ്മശാന്തിയും അനിവാര്യമാണ്. അതിനാണ് ശാന്തിപാഠവും അതുപോലുള്ള കാര്യങ്ങളുമെല്ലാം. അതിൽ ഹിരണ്യകശിപുവിനേക്കാൾ ഉഗ്ര തലമാണ് അജ്ഞാനത്തിനുള്ളത്. അജ്ഞാന നിർമാർജനത്തിനുള്ള ഉപനിഷത്തുകളും അതുകൊണ്ട് ശാന്തിപാഠത്തോടുകൂടി വേണം തുടങ്ങാൻ എന്ന് ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതും ഉഗ്രകർമ്മത്തിൽ തന്നെ പെടുത്തുന്നുണ്ട് ഒരർത്ഥത്തിൽ. അതായത് പ്രഹ്ലാദൻ എന്ന തലത്തിൽ ആനന്ദരൂപിയായ ബ്രഹ്മാനന്ദരൂപിയായ പ്രഹ്ലാദനെ അജ്ഞാനമാകുന്ന ഹിരണ്യകശിപു നിരന്തരമായി പീഡിപ്പിക്കുമ്പോൾ ആത്മരൂപിയായ വിശ്വാത്മ പരമാത്മാരൂപിയായ ഭഗവാൻ ഹിരണ്യകശിപു രൂപിയായ മോഹത്തെ വധിച്ചു എന്ന സാരാംശം പറയുന്നുണ്ട്. യ പഞ്ചാനന പഞ്ചജന്യ വപുഷ വ്യാദിഷ്ട വിശ്വാത്മത. അപ്പോൾ മനുഷ്യനും സിംഹവും ആ ഉദാഹരണം കൊണ്ട് തന്നെ വിശ്വാത്മകതയെ സ്പഷ്ടമാക്കുന്നുണ്ട്. ഇതുതന്നെയാണ് രാവണകഥയിലും. രാമായണം അതുകൊണ്ട് ഉത്തമന്മാരായ ആചാര്യന്മാർ ഒറ്റ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. തീർത്വാ മോഹാടവീം ഹത്വാ രാഗദ്വേഷാദി രാക്ഷസാൻ ശാന്തി സീതാ സമായുക്ത ആത്മാരാമോ ഭവേത്. സീത ശാന്തിയാണ്, മോഹമാണ് കാനനം. രാമായണത്തിൽ തന്നെ പറയുന്നുണ്ട്. കാടത് കണ്ടായോ നീ കാമരൂപിണിയായ താടക. മനസ്സാകുന്ന ആ കൊടുങ്കാട്ടിൽ കാമം വിളയാടുമ്പോഴാണ് മോഹരൂപിയായ കാനനം വികസിച്ച് കാണുക. ആ കാട്ടിൽ തീർത്വാ മോഹാടവീം ഹത്വാ രാഗദ്വേഷാദി രാക്ഷസാൻ. രാഗം, ദ്വേഷം ഇവയൊക്കെയാണ് രാക്ഷസന്മാർ. ശാന്തിയാണ് സീത.
അങ്ങനെ ശാന്തിയാകുന്ന സീതയെ വരിച്ചിട്ട് ആത്മാരാമനായിരുന്നാലും വിശ്വാത്മാരൂപിയായ രാമൻ വൈരാഗ്യം, വിവേകം എന്നിവയുടെ സഹായത്തോടെ മോഹരൂപിയായ രാവണനെ വധിക്കുന്നു. അതാണ് രാമായണ കഥ. അതുകൊണ്ട് സ്വാധ്യായ അധ്യയനം സർവകർമ്മഫലപ്രദമായ സർവകർമ്മ സ്വരൂപമെന്ന നിലയിൽ ഉഗ്രകർമ്മമാണ്. അതുകൊണ്ട് അവിടെയും സ്വാധ്യായത്തിലും പ്രവചനത്തിലും അധ്യയനത്തിലും ശാന്തിപാഠം അനിവാര്യമാണ്. കർമ്മശാന്തിക്ക് വേറൊരർത്ഥവുമുണ്ട്. ഏത് കർമ്മം ചെയ്യുമ്പോഴും ചിലപ്പോൾ സ്വാഭാവികമായും, ചിലപ്പോൾ പ്രസാദം കൊണ്ടും, ചിലപ്പോൾ പരേച്ഛ കൊണ്ടും ദോഷം വന്നു ചേരും. അതുകൊണ്ടും ശാന്തി അനിവാര്യമാണ്. കർമ്മത്തിന് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ സ്വാഭാവികമായി ദോഷം വരും. പൂർവ പാപങ്ങളുടെയും സഞ്ചിത പാപങ്ങളുടെയും സഞ്ചിത പുണ്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ദോഷവും ഗുണവുമൊക്കെ വരിക. എല്ലാ കാര്യങ്ങളും കൃത്യമാക്കി ചെയ്താൽ പോലും എത്ര ബുദ്ധിമാനായിരുന്നാലും അദൃഷ്ടം അല്ലെങ്കിൽ ദേവത അനുഗ്രഹത്തിൻ്റെ കുറവ്, എല്ലാത്തിലും കളിക്കുന്നത് ദേവതയാണ്. പഞ്ചൈതാനി മഹാബാഹു കാരണാനി നിബോധമേ സാഖ്യേ കൃതാന്തേ പ്രോക്താനി സിദ്ധയേ സർവകർമ്മണാം. എല്ലാ കർമ്മങ്ങൾക്കും 5 കാര്യങ്ങളുണ്ട്. ലോകത്തുള്ള ഏത് കർമ്മവും ചെയ്യാൻ 5 കാര്യങ്ങളുടെ സാമർഥ്യമേ വേണ്ടൂ. ഏറ്റവും നല്ല മാനേജ്മെൻ്റ് അതാണ്. കർമ്മം ഏതും ആയിക്കൊള്ളട്ടെ, ലോകത്തിൽ സൂര്യന് കീഴിൽ മനുഷ്യൻ ചെയ്യുന്ന സമസ്ത കർമ്മങ്ങളെയും 5ആയി തിരിക്കാം. കർമ്മങ്ങളെ 5 കാരണങ്ങളോട് കൂടിയതായി തിരിക്കാം. ആ 5 കാരണങ്ങൾ കർമ്മത്തിൻ്റെ ഫലത്തെ ബാധിക്കുന്ന 5 കാരണങ്ങൾ. 1 അധിഷ്ഠാനം, 2 കർത്താവ്, 3 കരണം. പലവിധ കരണങ്ങൾ എഴുതണം. കരണം എന്ന് മാത്രം എഴുതിയാൽ പോരാ, പലവിധങ്ങളായ കരണങ്ങൾ, വിവിധങ്ങളായ ചേഷ്ടകൾ, ദേവതാ സമൂഹം അല്ലെങ്കിൽ ദൈവം. ദൈവമെന്ന പദം ഭാരതീയർ പല തലങ്ങളിൽ ഉപയോഗിക്കുന്ന പദമാണ്. അതിൻ്റെ ഇക്വലൻ്റ് നിങ്ങൾ പാശ്ചാത്യ സംസ്കൃതിയിൽ കാണുന്ന ഗോഡല്ല. സൃഷ്ടികർത്താവും പ്രഭുവുമായിരിക്കുന്ന ആളിനെ വിളിക്കുന്നത് ഈശ്വരൻ എന്നാണ്, ദൈവമല്ല. മലയാളം പഠിച്ച് അധ്യാപകർ നിങ്ങൾക്ക് പലതും തർജ്ജമ ചെയ്ത് തരും, മലയാളം പഠിപ്പിക്കുന്നവർ. അങ്ങനെ സാമ്പ്രദായിക മര്യാദകൾ വിദ്യയിൽ നിന്ന് പോകും. മലയാള അധ്യാപകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പൊറുക്കുക. ചിത്തം, മനസ്സെന്ന് പറയും. ചിത്തവും മനസ്സും 2ആണ്, ഒന്നല്ല. അങ്ങനെയാണ് പഠിപ്പിക്കുമ്പോൾ പറയുക. ശരീരം, പര്യായ നിഘണ്ടുവൊക്കെ എടുത്താൽ ശരീരം, കായം, ദേഹം പര്യായമായി പഠിക്കും, ഒന്നല്ല. അങ്ങനെയാണ് നിങ്ങളുടെ വിദ്യ നശിക്കാനിടയായത്. ഭാരതീയർക്ക് വിദ്യ എന്ന് പറഞ്ഞാൽ അനുഭവ പ്രമാണമാകണം. അതുകൊണ്ട് മകൻ അല്ലെങ്കിൽ അമ്മ മകനെയോ അമ്മ മകളെയോ കുട്ടിക്കാലത്ത് പഠിപ്പിക്കുമ്പോൾ മോനെ നന്നായിട്ട് ആഹാരം കഴിക്കുക,
നിന്റെ കായം ശരിയാകട്ടെ. ചീയതേ അനേന ഇതി കായഃ, അതാണ് അതിൻ്റെ വ്യുൽപ്പത്തി. ചയനം നടക്കുന്നത് കൊണ്ട് കായം. അനാബോളിസം, കഴിക്കുന്ന ആഹാരം പചിച്ച് ഉപാപചയം വന്ന് അത് ആദ്യം ജഠരാഗ്നിയിൽ ദഹിച്ച് ആഹാരം അതാതിൻ്റെ തലത്തിൽ ഭൂതാഗ്നികളിൽ വീണ്ടും ദഹിച്ച്, ആദ്യം ജഠരാഗ്നിയിൽ ദഹിച്ച് സാൽമ്യം വന്ന് അത് സാരവും മലവുമായി വേർതിരിഞ്ഞ് മലം പുറത്തുപോയി സാരമായതിനെ 5 അഗ്നികളിൽ ദഹിപ്പിച്ച്, പഞ്ചാഗ്നികളിൽ ദഹിപ്പിച്ച് ഭൂതതന്മാത്രകളാക്കും. രേചകവിത്തം, ആലോചകവിത്തം, ഇങ്ങനെ പിത്തങ്ങളുണ്ട്, അഗ്നികൾ. അവയിൽ ദഹിപ്പിക്കും. അങ്ങനെ ദഹിപ്പിച്ച് 5 ഭൂതതന്മാത്രകളാക്കി പരിണമിപ്പിക്കും. ഇപ്പം തലച്ചോറിന് വേണ്ടത് ഓർമ്മയും മറ്റുള്ളതുമാകാൻ അവിടെ ഒരു പിത്തമുണ്ട്, സാധകവിത്തം. സാധകവിത്തത്തിന് കുറവ് വന്നാൽ ആഹാരം കഴിച്ചുകൊണ്ട് കാര്യമില്ല. നിറമുണ്ടാകണം. ഭാര്യയും ഭർത്താവും കറുത്തതാണ്, നല്ല വെളുത്തൊരു കുട്ടിയെ വേണം. അതിന് വഴിയുണ്ട്. പുറത്തുനിന്ന് ബീജം കൊണ്ടുവന്ന് വേറൊരാളിൻ്റെ കുട്ടി വേണ്ട. അതിന് ഭ്രാജകവിത്തത്തെ രൂപാന്തരപ്പെടുത്തുന്ന ആഹാര പദാർത്ഥങ്ങളെ കൊണ്ട് സമർത്ഥനായൊരു വൈദ്യന് വെളുത്ത കുട്ടിയെ ജനിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അത് ഭ്രാജകവിത്തമാണ്. അതിന് പരീക്ഷണത്തിന് തയ്യാറല്ല. വൈദ്യനായിരിക്കണം, പഠിപ്പുള്ളവനായിരിക്കണം. ആ പിത്തമുണ്ടാക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ നിശ്ചയമുണ്ടാവണം. അതിൻ്റെ ഗുണം, വീര്യം, വിഭാഗം മുതലായവ അറിയണം. മനസ്സിലായില്ല? അപ്പം അത് ഭ്രാജകവിത്തം, ത്വക്കിന് നിറം കൊടുക്കുന്നത്. രക്തത്തിന് നിറം കൊടുക്കുന്ന യകൃത്തിലിരിക്കുന്ന വിത്തം. അപ്പോൾ രഞ്ജകവിത്തം, രഞ്ജകവിത്തം, ആലോചകവിത്തം, ഇങ്ങനെയൊക്കെ പിത്തങ്ങളുണ്ട്. അവയെ ആസ്പദമാക്കി ഭൂതാഗ്നികളിൽ ദഹിപ്പിച്ച് ഭൂതതന്മാത്രകളാക്കി അത് രസമാക്കാനുള്ള അഗ്നിയിൽ ദഹിപ്പിച്ച് രസമായി ആ രസം വീണ്ടും ദഹിച്ച് രക്തമായി, ആ രക്തം വീണ്ടും ദഹനപ്രക്രിയയ്ക്ക് വിധേയമായി മാംസമായി, അത് മേധസ്സായി, അസ്ഥിയായി, മജ്ജയായി, ശുക്രമായി. ഇങ്ങനെ ധാതുവികാരങ്ങളിലൂടെ പരിണമിക്കുന്നത്, അങ്ങനെ രൂപാന്തരപ്പെടുന്നത് കായം. ഇത്രയും ഭാഷാധ്യാപകൻ പഠിച്ചിട്ട് വേണം ഭാഷ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ. അപ്പോൾ ആ കുഞ്ഞ് ശാസ്ത്രമൊപ്പം പഠിച്ചു കഴിഞ്ഞു. ആ ഒരു ശബ്ദം വരുമ്പോൾ അവൻ ഓർമ്മ വന്നു. മനസ്സിലായില്ല? അപ്പോൾ പഴയ കാലത്തൊരു ആൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, അവരുടെ ചുണ്ടിൽ നിന്ന് പഠിച്ചാൽ, അവൻ എവിടുന്നെങ്കിലും കായമെന്ന് കേട്ടാൽ ഈ ഓർമ്മ വരും. ശരീരശാസ്ത്രം മുഴുവൻ അവൻ്റെ മസ്തിഷ്കത്തിൽ നിൽക്കും. അതിനുടനെ പുസ്തകം റെഫർ ചെയ്യണ്ട. മനസ്സിലാവോ? മനസ്സിലാകുന്നില്ല? മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ശീര്യതേ അനേന ഇത് ശരീരഃ. ഇതിലെ ഓരോ കോശവും കോശാന്തരവും, ഇപ്പോൾ കുടലിലുള്ള ലിബർക്കൻ കോശങ്ങൾ, അതിന് 5 ദിവസത്തെ ആയുസേ ഉള്ളൂ. അത് വീണ്ടും വേറെയാക്കണം. അപ്പോൾ അവ നശിക്കുന്നവയായതുകൊണ്ട്
ശരീരം എന്ന് പറയും. കറ്റാബോളിസം. ആനബോളിസവും കറ്റാബോളിസവും അഥവാ ഉപചയവും അപചയവും എന്ന രണ്ടു പ്രക്രിയകൾക്ക് വിധേയമാകുന്നത് കൊണ്ട് ദേഹം. മനസ്സിലായില്ല? രണ്ടുമുള്ളത്. ഇങ്ങനെ പഠിക്കണം. ഇങ്ങനെ പഠിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ കർമ്മശാന്തിക്കും ഏത് കർമ്മം ചെയ്യുമ്പോഴും സ്വാഭാവികമായും ചിലപ്പോൾ പ്രസാദം കൊണ്ടും ചിലപ്പോൾ പരേച്ഛ കൊണ്ടും വരാം. അതിന് 5 കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവ: 1 അധിഷ്ഠാനം, കർത്താവ്, കരണം, ചേഷ്ട, ദൈവം. അപ്പം ദൈവം എന്ന പദം അത് പറഞ്ഞപ്പോഴാണ് നമ്മളിങ്ങോട്ട് വളഞ്ഞത്, മറന്നുപോയി. നമ്മൾ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒറ്റപ്പദമായിട്ടാണ് വിചാരിക്കുന്നത്. ദൈവം ഈശ്വരൻ അല്ല. ഈട്ട് ധാതുവിൽ നിന്ന് വരുന്ന ഈശ്വരൻ, പ്രഭുവായിരിക്കുന്നവൻ, ഭരിക്കുന്നവൻ. ദൈവം ദിവധാതുവിൽ നിന്നുണ്ടായത്, ദേവതകളുടെ സമൂഹം. ഓരോ ഇന്ദ്രിയത്തിൻ്റെയും ദേവത, ഓരോ അവയവത്തിൻ്റെയും ദേവത, ഓരോ വിഷയങ്ങളുടെയും ദേവത. ഇങ്ങനെ ഒരുപാട് ദേവതയുണ്ട്. ആ ദേവതയുമായൊരു ചേർച്ചയുണ്ട്. അത് വീട്ടിലൊക്കെ പഴയ കാരണവന്മാരാണെങ്കിൽ അവരുപയോഗിക്കുന്ന കത്തി, പാചകത്തിന് പോകുന്ന ആളാണ്. അച്ഛൻ പാചക വിദ്വാനാണ്. അപ്പം അയാൾ ഉപയോഗിക്കുന്ന കത്തി വേറെ ആരും തൊടാൻ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞേക്കാം, എടുക്കരുത്. മുറിഞ്ഞു കഴിഞ്ഞ് ഇവിടെ കിടന്ന് നിലവിളിക്കരുത്. അത് എടുക്കരുത്. എൻ്റെ അനുമതിയില്ലാതെ ആ കത്തി എടുക്കരുത്. കാരണം ദേവത വശത്താണ്. അതുകൊണ്ട് വേറൊരാൾ എടുത്താൽ ഉറപ്പാണ് പ്രശ്നമാവും. എൻ്റെ അനുമതിയില്ലാതെ എൻ്റെ വണ്ടി എന്തിനാണ് എടുത്തത്? ഞാൻ പറഞ്ഞതല്ലേ, മുട്ടും, പ്രശ്നമാവും. ചില ആളുകൾ അവർ പറയും എടുക്കാൻ പാടില്ല. ദേവതാജ്ഞാനം അറിയുന്ന ആളുകൾക്ക് ആ ദേവതകളുമായി വല്ലാത്തൊരു സാൽമ്യമുണ്ടാവും. പറഞ്ഞാൽ ഞങ്ങൾക്ക് സമ്മതമാകാൻ വഴിയില്ല. ഇതൊക്കെ ഒരു അന്ധവിശ്വാസം അല്ലേ? അങ്ങനല്ലേ? എന്താ അച്ഛൻ കിടക്കുന്ന കട്ടിലേക്ക് കയറി കിടന്നു, ഉറക്കം വരുന്നില്ലല്ലോ അച്ഛാ. അതെ, നീ കിടക്കണ്ടെന്ന് പണ്ടേ നിന്നോട് പറഞ്ഞല്ലേ. അതിൻ്റെ ദേവത ഞാനൊഴിച്ച ആരെയും ഉറക്കില്ല. ഞാൻ പറയാം, അത് കഴിഞ്ഞിട്ട് കയറി കിടന്നോ. ഇനി കിടന്നോ, ഇനി നീ ഒന്ന് കിടന്നു നോക്കി, കുഴപ്പമില്ലല്ലോ വെച്ചാ. എടാ, അതേ, അതിനൊരു ദേവതയുണ്ട്. ദേവതാവിജ്ഞാനത്തിൽപ്പെട്ടതാണ്. ഇങ്ങനെ കേട്ടിട്ടില്ല, ഇങ്ങനെ കേട്ടിട്ടില്ല. അത്തരം ദേവതകളുടെ സമൂഹമാണ് ദൈവം ഭാരതീയ ചിന്തയിൽ. ഇത് 5 ചേർന്നാണ് കർമ്മത്തെ ഉണ്ടാക്കുന്നത്. അതിലാ ദേവതകളുടെ മാറ്റമനുസരിച്ച് കർമ്മത്തിൽ സ്വാഭാവികമായും ചിലപ്പോൾ പ്രസാദം കൊണ്ടും ചിലപ്പോൾ പരേച്ഛ കൊണ്ടും ദോഷം വന്നു ചേരും. ഇങ്ങനെ 3 തരത്തിലാണ് കർമ്മദോഷം വരുന്നത്. അതിൽ ദേവതാവിജ്ഞാനത്തിന് വലിയ പങ്കുണ്ട്. ഉദാഹരണവും വേണമെങ്കിലാവാം, മനസ്സിലായെങ്കിൽ വേണ്ട.
മനസ്സിലായി? അത് ഇമ്മ വെറുതെ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ല? ഒരു കുംഭാരൻ, ഒരു കുലാലൻ, അയാൾ കലമുണ്ടാക്കുകയാണ്. പോയിട്ടുണ്ടോ? അവിടെ ഇല്ല. കലം ഉണ്ടാക്കുന്നിടത്ത് പോയി നോക്കി നിന്നിട്ടുണ്ടോ? അപ്പോൾ കലം ഉണ്ടാക്കാൻ അയാൾക്ക് പ്രേഷ്ടകാരണമായ മണ്ണ് വേണം. മണ്ണിനെ അധിഷ്ഠാനം എന്ന് പറയും. ഇതിന്ന് എല്ലാ കർമ്മവും ആലോചിച്ചോണം. ലോകത്തുള്ള എല്ലാ കർമ്മത്തിനും കർമ്മ അധിഷ്ഠാനമായ ഒരു ദ്രവ്യം വേണം. എന്ത് കർമ്മം ചെയ്യണമെങ്കിലും വേണം. അധിഷ്ഠാനം കൂടാതെ ഭാവനാപ്രധാനമായി ചെയ്യുന്നതൊന്നും കർമ്മത്തിൻ്റെ ഏടുകളിൽ വരുന്നില്ല. അതിനും അധിഷ്ഠാനമുണ്ടാകണം ഭാവനയിലെങ്കിലും. അപ്പോൾ അധിഷ്ഠാനം മണ്ണാണ്. കലമുണ്ടാക്കാൻ, കുടമുണ്ടാക്കാൻ ആ മണ്ണ് അധിഷ്ഠാനം. അതുണ്ടാക്കാൻ ഒരുത്തൻ വേണം. അയാൾ കർത്താവ്, അത് കുംഭാരൻ. അധിഷ്ഠാനം തഥാ കർത്ത. കരണങ്ങൾ വേണം. അയാൾക്കൊരു ചക്രം വേണം, മണ്ണ് അതിൽ കുഴച്ചു വെച്ചിട്ട് കറക്കാൻ. കുലാല ചക്രം. അതിൻ്റെ കുഴവിയിലൊരു കമ്പിട്ട് കറക്കി വിടാനായിട്ടൊരു കമ്പ് വേണം. മനസ്സിലായില്ല? ആ കലത്തിന് മൂടുണ്ടാവില്ല. കലം ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ കറക്കി വിട്ട് കലം ഉണ്ടാക്കുമ്പോൾ അതിന് അടി ഉണ്ടാവില്ല. അടി തല്ലിയാണ് ഉണ്ടാക്കുന്നത്. അതിനൊരു പലക വേണം. നിലം തല്ലി പോലൊരു സാധനം ഉണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെ അടിച്ചടിച്ചാണ് യോജിപ്പിച്ച് കൊണ്ടുവരിക. അതിന് കുലാലൻ്റെ ദണ്ഡെന്ന് അതിനും പറയും. അപ്പം കുലാല ചക്രം, കുലാല ദണ്ഡ്, രണ്ട് ദണ്ഡ്. അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു നൂല് അതിൽ ചുറ്റിയിട്ട് വലിച്ചു വിടും. കലം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. കണ്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനൊരു പണിയുണ്ട്. ആ നൂല് നനച്ച് മണ്ണിനകത്ത് വെച്ച് മണ്ണ് കുഴച്ച് ഈ കലത്തിൻ്റെ വക്ക വെച്ച് ഒരു വലിച്ചു വിടൽ വിടും. അങ്ങനെ നൂലുണ്ടാവും. അപ്പോൾ കുലാല ദണ്ഡ്, നൂല്, തന്നെ ചക്രം, ഇവയെയാണ് കരണങ്ങൾ എന്ന് പറയുന്നത്. ചേഷ്ട എന്ന് പറഞ്ഞാൽ ഈ നൂല് വലിച്ചു വിടുക, ചക്രം കറക്കി വിടുക, അത് ചുഴറ്റുക. ഇങ്ങനെ വരുന്ന കാര്യങ്ങളെല്ലാം ചേഷ്ട എന്ന് പറയും. അത് അനേക ചേഷ്ടകളുണ്ട് ഒരു കർമ്മത്തിൽ. ഒരു കർമ്മം സാർത്ഥകമാകുന്നതിന് അധിഷ്ഠാനം ഉത്തമമായിരിക്കണം. കർത്താവ് സമർത്ഥനായിരിക്കണം. കരണങ്ങൾ കുറ്റമറ്റവയായിരിക്കണം. ചേഷ്ടകൾ അറിഞ്ഞവയായിരിക്കണം. ഇത്രയും ആയാലും ആ കരണങ്ങളുടെയും അധിഷ്ഠാനത്തിൻ്റെയും കർത്താവിൻ്റെയും ചേഷ്ടകളുടെയും ദേവതകളുണ്ടാവും, ബുദ്ധിയുണ്ടാവും. അവയുടെ സംയോഗമുണ്ടാകണം. അത് കിട്ടിയെങ്കിൽ മാത്രമേ കാര്യം നടക്കൂ. ഏത് കാര്യം ചെയ്യുമ്പോഴും ഇവ വശത്താണെങ്കിൽ നേരെയാണ്. അതുകൊണ്ടാണ് പണ്ട് രംഗപൂജയും വന്ദിക്കലുകളുമൊക്കെ പഴയ ആളുകൾ വെച്ചത്. ആ ദേവതയുടെ അനുഗ്രഹം വേണം കയറുമ്പോൾ. വിശ്വോത്തരയായ ഒരു സംഗീതജ്ഞ ഒരിക്കൽ നിങ്ങളുടെ തൊട്ടടുത്തൊരു ക്ഷേത്രത്തിൽ, ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രമെന്ന് പ്രസിദ്ധി പെറ്റ ക്ഷേത്രത്തിൽ സംഗീതോപാസനയ്ക്ക് എത്തിയതായി കേട്ടിട്ടുണ്ട്. അപ്പോൾ കൂടെയുള്ള പക്കമേളക്കാരൊക്കെ പോയി ഭഗവാനെ ദർശിച്ചൊക്കെ വന്നു. വെറും വിഗ്രഹമാണ് അവിടെ ഇരിക്കുന്നത്. അബദ്ധത്തിന് അവിടുത്തെ കമ്മിറ്റിക്കാരിൽ ഒരുത്തം ചെന്ന് ചോദിച്ചു, പോയി ഒന്ന് ദർശനം കഴിഞ്ഞു. ഇതിനുള്ള കല്ലിനെയും മണ്ണിനെയൊന്നും നമ്മൾ തൊഴാറില്ല എന്നുള്ള മട്ടി പറഞ്ഞു. പറയാതിരുന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല. പറഞ്ഞു കഴിയുമ്പോൾ അകത്തൊരു സംസ്കാരം കിടപ്പുണ്ട് പൂർവന്മാരുടെ.
ഒറ്റ കാര്യമുണ്ടോ, തൊഴേണ്ട ആവശ്യമില്ല. നിങ്ങൾ തൊഴുതില്ല എന്ന് വെച്ചൊന്നും ഭഗവാൻ അവിടെ നിന്ന് ഇറങ്ങി പോകാനും പോകുന്നില്ല, അവിടെ ഉണ്ടാകാനും പോകുന്നില്ല, രണ്ടുമില്ല. പക്ഷെ നിഷേധിക്കുമ്പോൾ നിങ്ങളുടെ പൂർവികർ ചെയ്തൊരു ജനിതക അവിടെ കിടപ്പുണ്ട്. പാടാൻ തുടങ്ങിയപ്പോൾ പാടാൻ പറ്റിയില്ല, ശബ്ദം വന്നില്ല. പറഞ്ഞു കേട്ടിട്ടുള്ളത് അവരിറങ്ങി ഓടി, കണ്ടിട്ടുള്ളവർ ധാരാളമുണ്ട്, ഇറങ്ങി ഓടി ഇവിടം മുതൽ ഇവിടം വരെയുള്ള വളകൾ ഓരോന്നായി ഊരി അകത്തേക്ക് എറിയായിരുന്നു. കംപ്ലീറ്റ് തീർന്ന് നമസ്കരിച്ച് പിന്നെ വന്നിരുന്ന് പാടിയെന്നാണ് കഥ. അതായത് എതിർപ്പുകൊണ്ടാണ്, ആ ദേവത വിട്ടുപിരിയുന്നതുകൊണ്ട്. മറ്റൊന്ന് പിന്നെ നിങ്ങളുടെ പാട്ടായി തീർന്നിട്ടുണ്ട്. ചെമ്പൈക്ക് നാദം നിലച്ചപ്പോൾ ഏതായാലും ഒരു ഹിറ്റായിട്ടുണ്ട്. ശരിയല്ല അല്ലേ? ശംഖം കൊടുത്തവനെ, അങ്ങനെയല്ലേ? ഇത് ദേവതയുണ്ട് ഇതിന്. ദേവത എന്ന് പറഞ്ഞാൽ ബുദ്ധി, അതിൽ അന്തർഭവിച്ചിരിക്കുന്ന ബുദ്ധി. ഇന്ദ്രിയത്തിൻ്റെ ദേവത എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ ബുദ്ധി. ഇന്ദ്രിയ ബുദ്ധി അറിയാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ നീന്തൽ കഴിഞ്ഞ് വീട്ടിലൊന്ന് കട്ടിലേൽ കിടന്നാൽ, ആദ്യമായിട്ട് പഠിച്ചിട്ട് വന്ന് കിടന്നാൽ ആ ദേവതയുടെ അനുരണനമുണ്ടാവും. സൈക്കിൾ ആദ്യമായിട്ട് ചവിട്ടാൻ പഠിച്ചിട്ട് വീട്ടിൽ വന്നിരുന്നാൽ തുടയിൽ അതിൻ്റെ അനുരണനമുണ്ടാവും. അനുഭവമില്ല. പല കർമ്മങ്ങൾക്കും ഈ അനുരണനം ഉണ്ടാവും. നിങ്ങൾ ആഹാരം കഴിക്കുന്നതും ആഹാരം പചിക്കുന്നതും നിങ്ങൾ കാമനയിൽ ദമ്പതിക്രിയയിലൊക്കെ ഏർപ്പെടുന്നതും ജന്മജന്മാന്തരങ്ങളുടെ ദേവതാഭിമുഖ്യമുള്ള അനുരണനം കൊണ്ടാണ്. ഒരു ജീവിതത്തിലേ അല്ല, അനേക ജന്മം, 84 ലക്ഷം ഭിന്ന ഭിന്ന യോനികളിൽ ഒരു തവണയെങ്കിലും പ്രമോഷൻ കിട്ടിയില്ലെങ്കിൽ പലതവണ, മിനിമം 84 ലക്ഷം യോനിയിലൂടെയാണ് യോനിജന്മാരായി ജനിക്കുന്ന എല്ലാവരും കടന്നുപോരുന്നത്. അയോനിജന്മാരുണ്ട്, മഴ പെയ്യുമ്പോഴൊക്കെ ഉണ്ടാകുന്നവർ. മനസ്സിലായില്ല? അത് പിടികിട്ടിയില്ല. അല്ല, 2 തരം സൃഷ്ടിയുണ്ട്. തത് സൃഷ്ടുവാ തദേവ അനുപ്രാവിശത്. എപ്പോഴെല്ലാം ഈ ബോധത്തിന് സൃഷ്ടിക്കണമെന്ന് തോന്നുന്നുവോ അപ്പോൾ സ്വയം സൃഷ്ടിച്ച് അതിൽ കുടികൊള്ളുന്ന ഒരു സൃഷ്ടി പ്രക്രിയയുണ്ട്. 2 പഞ്ചഭൂത സഞ്ചിതമായ ത്രിവൃത്കരണത്തിലൂടെ വരുന്നൊരു സൃഷ്ടി പ്രക്രിയയുണ്ട്. യുഗപത് സൃഷ്ടി, പരിണാമ സൃഷ്ടി എന്ന് 2 പേരിൽ അറിയപ്പെടുക. രണ്ട് സൃഷ്ടികളുണ്ട്. അതിലെ ആദ്യത്തെ സൃഷ്ടിക്ക് നിദാനം മഴ പെയ്യുമ്പോൾ മത്സ്യങ്ങളായി പെയ്യും, മനുഷ്യനായി പെയ്യും, ഞണ്ടും മറ്റ് ജീവികളുമായി പെയ്യും. കേട്ടിട്ടില്ല? മത്സ്യം പെയ്യാമെങ്കിൽ പിന്നെ മനുഷ്യൻ പെയ്തു പോകും. മത്സ്യം പെയ്യുമോ? അവർ പറയും സുനാമി പോലുള്ളതുണ്ടാകുമ്പോൾ കടലിൽ നിന്നും മത്സ്യം കാറ്റത്ത് പറന്ന് അത്രയും കാലം ഇത് കരയ്ക്ക് ജീവനോടെ ഇരിക്കുമോ എല്ലാന്ന് ഇവർ തന്നെ വേറെ പഠിപ്പിക്കുന്നുണ്ട്. മനസ്സിലായില്ല? വേറൊരുത്തം പറഞ്ഞ അങ്ങനെയല്ല. ഇതെല്ലാം ഹെർമിറ്റേജിൽ പോയിട്ട് ആ ഹെർമിറ്റേജിൽ മേഘങ്ങളുടെ കൂടെ പോയി. വേറൊരുത്തം പറഞ്ഞാൽ അതിലും വിചിത്രമാണ്. ഇതൊക്കെ പത്രത്തിൽ വന്നിട്ടുണ്ട്. മത്സ്യം സ്യൂഡോപോഡിയ പോലെ പൊടി.